ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തലേ ദിവസം യേശുനാഥൻ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. 5000 വരുന്ന പുരുഷന്മാരെയും അതിലേറെ സ്ത്രീകളെയും കുട്ടികളെയും യേശുനാഥൻ അപ്പം നൽകി അനുഗ്രഹിക്കുന്നു. അവരുടെ വിശപ്പ് അകറ്റുന്നു. ഈ ജനാവലി മുഴുവനും പിറ്റേ ദിവസം യേശുവിനെ തേടി ഒരു വലിയ യാത്ര നടത്തുകയാണ്. കഫർനാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. എന്തിനു വേണ്ടിയാണ് അവർ ദൈവത്തെ തേടിയുള്ള യാത്ര നടത്തുന്നത്? പറയുമ്പോൾ ദൈവത്തെ തേടിയുള്ള യാത്രയാണ്. നാം നടത്തുന്നത് പോലെ നാം പള്ളിയിൽ പോകാറുണ്ട്, നൊവേനയ്ക്ക് പോകാറുണ്ട്, ധ്യാനത്തിന് പോകാറുണ്ട്. ഇതെല്ലാം നടത്തുന്നത് ദൈവത്തെ തേടിയുള്ള യാത്രയാണ്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിലെ ജനങ്ങൾ നടത്തിയതുപോലെ ദൈവത്തെ തേടിയുള്ള യാത്ര നമ്മിൽ പലരും നടത്തുന്നത് ആ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുടെ നിറവേറലിനു വേണ്ടിയാണ്, ഭൗതികമായ ആവശ്യം നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഭൗതികമായിട്ടുള്ള ആവശ്യം കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് തന്നെയും കർത്താവ് നമ്മുടെ വിശപ്പടക്കാനായിട്ടും മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും നമുക്ക് സ്വപ്നങ്ങൾ കാണാനായിട്ടും ഒരു വലിയ വളർച്ച നേടുവാനായിട്ടും ഒക്കെ ദൈവം നമുക്ക് കഴിവും പ്രാപ്തിയും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ ആർക്കും നൽകാൻ പറ്റാത്ത ഒരു കാര്യം നൽകുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് അനശ്വരമായിട്ടുള്ള അപ്പമാണ്. നിത്യമായി നമുക്ക് ജീവൻ നൽകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ടാണ് യേശുവിൻ്റെ ആഹ്വാനം. ഈ അപ്പം സ്വന്തമാക്കാനായിട്ടാണ് നാം എല്ലാ കഴിവും നമ്മുടെ എനർജിയും നാം ചെലവഴിക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നലത്തെ സുവിശേഷത്തിലെ രണ്ട് ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ യേശുനാഥൻ അവരെ ശാസിക്കുന്നുണ്ട്. കാരണം അവർക്ക് തിരുലിഖിതത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പക്ഷേ യേശു ശാസിക്കുന്നത് തിരുലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ശനിയാഴ്ചത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന്. യേശുനാഥൻ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ ആ തിരുലിഖിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അറിവുണ്ട്. ഈ ശിഷ്യന്മാരെ പോലെ തിരുലിഖിതത്തിലുള്ള അറിവുണ്ട്. യേശുവിനെ തേടിയുള്ള യാത്ര നാം നടത്താറുണ്ട്. പക്ഷേ യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം മറന്നു പോകുന്നു. അത് വിശ്വസിക്കാനായിട്ട് നാം വിട്ടുപോകുന്നു. വിശ്വസിക്കുമ്പോൾ മാത്രമാണ്, വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശ്വസിക്കുമ്പോഴാണ് ആ മനസ്സിലെ ദുഃഖം മാറുന്നത്. എമാവൂസിലേക്കുള്ള പോയ ശിഷ്യന്മാർക്ക് തിരുലിഖിതത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവർക്ക് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് അവർ പരാജയപ്പെടുന്നു. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടിയാണ് നാം നമ്മുടെ എനർജി മുഴുവനും ചിലവഴിക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. അത് വിശ്വസിക്കുമ്പോഴാണ് അനശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നത്. അതാണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത്. അതിനാൽ വിശ്വാസവർദ്ധനയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. അതിനുവേണ്ടിയാണ് നാം എനർജി മുഴുവനും ചിലവഴിക്കേണ്ടത്. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.